ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് സീസൺ പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ബന്ദി, അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ കൊണ്ടുവന്ന ലോഡാണ്. 4-ാം തീയതി ഫെബ്രുവരി മാസം 21-ാം വർഷം കൊണ്ടുവന്ന, അതായത് 2021 കൊണ്ടുവന്ന പ്ലാന്റാണ്. പിന്നീട് ഇത് ഡയാന്തസ് ഇരിപ്പുണ്ട്. ഡയാന്തസ്, അതേപോലെ തന്നെ ഇത് പോയിൻസൈറ്റിയ. അത് ഡിസംബർ മാസം, ജനുവരി, ഫെബ്രുവരിയൊക്കെയാണ് നല്ല കളറായിട്ട് നിൽക്കാറ്. പിന്നീട് ഇത് കാശ്മീരി റോസസ് ആണ്, അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. പിന്നെ അതാണ്ട് ഇത് ക്രിസാന്തിമം ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഏകദേശം ഒരു 500ഓളം പ്ലാന്റ് ഉണ്ട്. അതേപോലെ തന്നെ തന്നെ കണ്ടില്ലേ, അതോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് അതായത് ഒരു സെയിൽ കൗണ്ടറാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഫ്ലവർ ഐറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റിനകത്ത് നിൽക്കാനും കാണാനും ആളുകൾക്ക് ഒരു എന്താ പറയുക, ഒരു എൻജോയ് ഫീൽ കിട്ടത്തുള്ളൂ. അന്നേരം നഴ്സറി ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ഫ്ലവർ ഐറ്റമൊക്കെ എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പിന്നെ ഇതുണ്ടെങ്കിലേ ആളുകൾ അകത്തോട്ട് വരാറുള്ളൂ. ഫ്ലവർ ഐറ്റം വേണം, നിർബന്ധമാണ്. പെറ്റൂണിയ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സാധനമാണ് പെറ്റൂണിയാസ്. അതേപോലെ തന്നെ ഈ ചില്ലി, ഇത് മറ്റേ ഫാൻസി വെറൈറ്റീസാണ്. പിന്നെ അത്യാവശ്യം കഴിക്കാനും കൊള്ളാം, എന്നാൽ ഫാൻസി ആയിട്ട് നിറച്ച് കായ്ച്ച് 3-4 കളറൊക്കെ ആയിട്ട് കിടക്കും. അതേപോലെ ബന്ദി, ജമന്തി, അതേപോലെ കപ്പിലുള്ള റോസാണ് കേട്ടോ, സെയിലിനുള്ള കൊണ്ടുവന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഒരു 25-ഓളം ഇരിപ്പുണ്ട്. പക്ഷെ എന്നാൽ ഹോൾസെയിലുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ 100-50 ഒക്കെ വീതം എടുത്തുകൊണ്ട് പോകും. അന്നേരം പിന്നെ ഷോർട്ടേജ് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നാൽ ഇട്ട ഡേറ്റ് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇതെല്ലാം കവർ റോസ്, വലിയ കവർ റോസ്. ഹോൾസെയിലേഴ്സ് വന്നു കഴിഞ്ഞാൽ 100-150 ഒക്കെ വീതം എടുത്തുകൊണ്ട് പോകും. അന്നേരം പിന്നെ ചില സമയത്ത് വിളിക്കുമ്പോൾ ചില സമയത്ത് സാധനങ്ങൾ കാണാറില്ല. അടുത്ത ലോഡൊക്കെ വരാനായിട്ടൊക്കെ ചിലപ്പം 15 ദിവസം 20 ദിവസമൊക്കെ ഗ്യാപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു തന്നാൽ, പിന്നെ ഓൺലൈൻ സെയിലില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറേ ഓൺലൈൻ സെയിലൊക്കെ ഈ പ്ലാന്റുകളൊക്കെ ഓൺലൈനിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ വരുമ്പോഴത്തേക്ക് പ്ലാന്റുകളൊന്നും കാണാം. നിങ്ങളെല്ലാവരും ഓൺലൈൻ സെയിൽ പ്ലാന്റൊക്കെ മേടിക്കുന്നത് ചിലതൊക്കെ ലഭിക്കും, ചിലതൊക്കെ വരത്തില്ല. ഇപ്പം ഒരുപാട് അവസ്ഥകൾ ഒരുപാട് പേർക്ക് നേരിട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. 10-25,000 രൂപയുടെ സാധനം കൽക്കട്ട പുറത്തുനിന്ന് ഓൺലൈൻ സെല്ലേഴ്സൊക്കെ അയച്ചു തരും. പക്ഷേ അവിടെ പറയുന്ന പ്ലാന്റുകളൊന്നും അല്ലായിരിക്കും അയക്കുന്നത്. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പൈസ നേരത്തെ ഇട്ട് കൊടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും പറയാതായി. ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഓരോ പോസ്റ്റുകൾ, ഇന്ന സാധനം വന്നു, ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര്. നിജമായിട്ടുള്ള കാര്യം പറഞ്ഞു തന്നത്. അതുകൊണ്ട് പരമാവധി വരിക, കാണുക, ആവശ്യമുള്ള സാധനം എടുക്കുക. അതാണ് ഏത് നഴ്സറിക്ക് ഏറ്റവും നല്ലത്. പിന്നെ ചിലർ പലരും ഡെലിവറി ചെയ്യും. നമ്മൾ കൊണ്ടു ചെല്ലുന്ന പ്ലാന്റുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത് പരിപാടിയില്ല. വരിക, ആവശ്യമുള്ള സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലോറിയുണ്ട്, അതിനകത്ത് കയറ്റി വിടും. നന്നായിരിക്കും. ഓക്കെ, അതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇപ്പം ചെയ്യുന്നവർ, നഴ്സറിയൊക്കെ ഉള്ളവർ കാണുമ്പോഴും ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അല്ലെങ്കിൽ നമുക്ക് അത്രയും പാഴ്സലൊക്കെ ചെയ്ത് അയക്കുമ്പോൾ അത്രയും കെയറായിട്ട് അയക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്ര കെയർ ചെയ്താലും നമുക്കറിയാം, നമുക്ക് ചെടി സ്നേഹിയാണ്. നമ്മൾ പാർട്ടിക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒരുപാട് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയാണ് നാളെ ഒരു ചെടി മേടിക്കാൻ ഒരാൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡാമേജ് പറ്റിയ സാധനം, പിന്നെ ഒരാൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് ഭയക്കുമെന്ന് പറയുന്ന കണക്ക് തന്നെ ഇച്ചിരി ഭയം വരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ പ്ലാന്റുകൾ സീസൺ ആയിട്ടൊക്കെ വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ടൊക്കെ വയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പൂവിൽ വെള്ളം വീഴാൻ പാടില്ല. ഓവറായിട്ട് പൂവിന് വെള്ളം വീണ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കളിൽ വീണാൽ പൂക്കളുടെ ലൈഫ് കുറയും. സോ കുറച്ചും കൂടെ ലൈഫ് കിട്ടാനായിട്ട് പൂക്കളിൽ അധികം വീഴാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം സ്പ്രേ ചെയ്തങ്ങ് വിടുക, ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്തങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. പിന്നീട് NPK പൂ കൂടുതൽ കിട്ടാൻ വേണ്ടി 19 NPK മിക്സർ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. കായ്കൾ കൂടുതൽ കിട്ടാനും ഒക്കെ നല്ലതാണ്. നല്ല വെയിൽ വേണം. ഞങ്ങൾ അതിൻ്റെ ഇവിടെ ഒരു പോളി ഹൗസ് പോലെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെയാണ് വെക്കാറ്. സോ അത് നല്ലതാണ്. പൂ ഓവറായിട്ട് വെള്ളം വീണ് നശിച്ചു പോവില്ല കേട്ടോ. അതേപോലെ തന്നെ നല്ല വെയിലുള്ളിടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ പൂക്കാൻ വേണ്ടി NPK മിക്സർ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇത് റോസിൻ്റെ വിവിധ വെറൈറ്റികളാണ്. വലിയ കവർ റോസാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 300-400ഓളം കവർ റോസ് വലുത് കണ്ടില്ലേ. അതിന് കുറച്ച് ക്ലോസപ്പിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. കണ്ടില്ലേ, ക്രിസാന്തിമത്തിൻ്റെ ഡാർക്ക് റെഡ്, വയലറ്റ്, വൈറ്റ്, അതേപോലെ തന്നെ കാണാൻ തന്നെ എന്താ ഭംഗി, ഒരു രക്ഷയില്ല. ഇത് ഇത്രയും കൂടെ ക്ലബ്ബായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ സാറേ ഒരു രക്ഷയില്ല. മഞ്ഞ ക്രിസാന്തിമം, യെല്ലോ, പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ്, വൈറ്റ്, ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, എല്ലാം കൂടെ നേരുന്നതാണ്ട് ഇതേപോലെ നീളത്തിയിരിക്കണം. ഒരു ബെഡായിട്ട് കിടക്കണം. എന്താ ഭംഗി,
ഇപ്പോൾ ഫോറിനിലാണെങ്കിലും അത്യാവശ്യം വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗസ്റ്റ് നല്ല എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മളിതേപോലെ പ്ലാന്റ് ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഒരു 500 പ്ലാന്റ് വീതമൊക്കെ ഇറക്കി നിരത്തി വെച്ച് ഒരു ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ വയ്ക്കുക. 10-50 ദിവസം 60 ദിവസം നല്ല അടിപൊളിയായിട്ട് നിർത്തുക, പിന്നെ ത്രോ ചെയ്യുക, പുതിയത് വയ്ക്കുക. ഓക്കെ അതാണ്. പിന്നെ അതാണ് ഇത് പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ വെള്ളം ഓവറായിട്ട് കുഴിയാൻ പോകുന്നൊരു സാധനമാണ്. വെള്ളം ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. നല്ല വെയിൽ വേണം. പൂക്കളുടെ ഭംഗി പറഞ്ഞറിയിക്കുന്നതിലും പിന്നെ പരമാവധി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പെറ്റൂണിയ എടുത്ത് ഹാങ് പോട്ടിലും ഇട്ട് കൊടുക്കണം. നമ്മൾ ഓവറായിട്ട് വെള്ളവും കൊടുക്കില്ല, എന്നാൽ നിറച്ച് പൂത്ത് കിടക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ NPK മിക്സർ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചാണകപ്പൊടി എല്ലുപൊടി വേപ്പണൊക്കെ ലൈറ്റായിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് പൂത്ത് കിടക്കും. പിന്നെ സീഡാണ് ജെർമിനേഷൻ. സീഡിട്ട് മുളപ്പിക്കാറാണ് പതിവ്. ഹൈബ്രിഡ് വെറൈറ്റീസ് പലരും അതേപോലെ സീഡ് മേടിക്കും, ഒരു രക്ഷയില്ല. ഭയങ്കര സെല്ലേഴ്സാണ് ഓൺലൈനിൽ. പക്ഷേ വരുമ്പോഴത്തേക്ക് ഒറ്റ കളർ കാണും. 50 കളറിൻ്റെ ഫോട്ടോ ഇടും, ഒറ്റ കളർ കിട്ടുകയും ചെയ്യും. സോ നമ്മൾ ഫ്ലവർ ഐറ്റം സീഡ് സെയിൽ ചെയ്യാറേ ഇല്ല. സീഡ് വിൽക്കണമെങ്കിൽ വരെ ലൈസൻസ് ഉണ്ട്. നഴ്സറി തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം, സീഡ് വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം, കെമിക്കൽ വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം. കണ്ടില്ലേ, 2 ദിവസം മുമ്പ് കരുനാഗപ്പള്ളിയിലൊക്കെ ഒരുപാട് അനധികൃതമായി നഴ്സറികളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ്, പത്രത്തിലെ വാർത്തയൊക്കെ ഉണ്ട്. അന്നേരം എന്താ പറയുക, പ്ലാന്റുകൾ വെക്കുന്നതല്ല, മേടിക്കുമ്പോഴും അത്യാവശ്യം മദർ പ്ലാന്റ്സ് ഇപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസാണ്. ഒരു നഴ്സറി തുടങ്ങുന്ന ആളുകളുടെ ഇതുകൊണ്ട് പറയുന്ന കാര്യമാണ്. നഴ്സറി തുടങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ നഴ്സറീസ് തുടങ്ങുന്നുണ്ട്. നഴ്സറികൾക്ക് ലൈസൻസ് വേണം. നഴ്സറിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25 സെൻറ്റ് സ്ഥലം വേണം. അതിനകത്ത് മദർ പ്ലാന്റ്സ് കാണിക്കണം, നമ്മൾ അവിടുന്ന് ഉൽപ്പാദനം ഉണ്ടെന്ന് അറിയിക്കണം, സീഡ് വിൽക്കണമെന്നുള്ള പെർമിഷൻ വേണം. അതേപോലെ വളം വിൽക്കണമെങ്കിൽ, എന്തിന് ജൈവവളം വിൽക്കണമെങ്കിലോ വാങ്ങണമെങ്കിലോ അതിൻ്റേതായ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. വിൽക്കണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ പെർമിഷൻ വേണം. അതിനൊക്കെ ഒരുപാട് ഫോമുകളും അതേപോലെ ചെല്ലാൻ അടയ്ക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരു നഴ്സറി ലൈസൻസോടുകൂടി നടന്നു പോകുന്നത്. അതേപോലെ തന്നെ റോസിൻ്റെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂ പിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പൂക്കൾ പിടിക്കാൻ വേണ്ടിയുള്ള വളങ്ങൾ കൊടുക്കുക. അതേപോലെ പ്രൂണിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കരിമുട്ടിൽ നിന്നെല്ലാം തിരിഞ്ഞെടുത്തതാണിത്. ഏകദേശം ഒരു 300-400ഓളം ചെടി തന്നെ ഈ കരിമുട്ടിയിൽ നിന്ന് വളർന്നതിനെ നമ്മളിപ്പം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോസ് നല്ല ഡിമാൻഡാണ്. അതേപോലെ തന്നെ ബന്ദി, ജമന്തി, ഇതൊക്കെ ഇപ്പോൾ സീഡിട്ട് തന്നെ കിളിപ്പിക്കാൻ പറ്റും. പക്ഷേ നല്ല സീഡ് കിട്ടണം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. നല്ല സീഡ് കിട്ടുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അത് നമ്മൾ കോൺടാക്റ്റ് വഴിച്ച് ഓരോരുത്തർ റെഡിയാക്കി തരുന്ന പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് പല പല വെറൈറ്റി ഡയാന്തസാണ്. ഡയാന്തസിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കണ്ടില്ലേ, ഓരോ പൂക്കൾക്കും പ്രത്യേകതയുണ്ട്. പോയിൻസൈറ്റിയ നേരത്തെ ഫ്ലവർ ഷോയിലൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് നടന്ന ട്രിവാൻഡ്രം കനകക്കുന്ന് കൊട്ടാരത്തിലെ ഫ്ലവർ ഷോയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചെമ്പരത്തി തന്നെ നല്ല ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്, നല്ല രസമാണ്. മുട്ടൻ പൂക്കളാണ് പിടിക്കുന്നത്. അതിപ്പോൾ ഒരു 400 ചെടി 500 ചെടിയോളം വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഹോൾസെയിലേഴ്സ് കുറച്ചെടുക്കും, അന്നേരം ഉള്ളത് വന്ന ആവശ്യമുള്ള എടുക്കാം. അതേപോലെ തന്നെ കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ശാരദ ഓഡിറ്റോറിയത്തിനടുത്താണ് നമ്മളെ നഴ്സറി, കുമാർ നഴ്സറി എന്ന് പറയും. ലാൻഡ്മാർക്ക് പനച്ചുമുട്ടിൽ ഹോണ്ട. ഒരുപാട് കോൾ വരുന്നത്, കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് നിർവാഹമില്ല. രാത്രിയൊക്കെ ഒരുപാട് കോൾ 3 മണിക്ക് 4 മണിക്കൊക്കെ കോൾ വരുന്നതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു ഗതികേടിലാണ്. ഓക്കെ ബൈ. ഓക്കെ, നിങ്ങളത് പറഞ്ഞതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതേയുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.